DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ബാങ്ക് ഇടപാടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ചെറുകിട സംരംഭകർക്ക് കൈത്താങ്ങാകുവാനും ലക്ഷ്യമിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുമായി എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾക്കും ബാങ്കുകളുടെ വായ്പാ തിരിച്ചടവ് രീതികൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് പുതിയ നയങ്ങൾ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ നിലനിർത്തിയെങ്കിലും ഉപഭോക്തൃ സേവന മേഖലയിൽ വൻ അഴിച്ചുപണിക്കാണ് RBI തുടക്കമിടുന്നത്. ഡിജിറ്റൽ ഇടപാടുകളിൽ തട്ടിപ്പിനിരയാകുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് RBI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറിയ തുകയുടെ തട്ടിപ്പുകൾക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകാനുള്ള പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരും. അതോടൊപ്പം ബാങ്കുകളുടെ വായ്പാ പിരിവ് രീതികളിൽ കാര്യമായ മാറ്റവും വരുത്തിയിട്ടുണ്ട്. റിക്കവറി ഏജന്റുമാരുടെ അതിക്രമങ്ങൾ തടയാൻ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ലോണുകൾ നൽകുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതിക്കും കടുത്ത നിയന്ത്രണങ്ങൾ വരും. അതോടൊപ്പം ചെറുകിട ഇടത്തരം സംരംഭകർക്ക് നൽകുന്ന ഈടുരഹിത വായ്പാ പരിധി RBI ഇരട്ടിയാക്കിയിട്ടുണ്ട്. നിലവിലെ 10 ലക്ഷം രൂപ എന്നത് 20 ലക്ഷം രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. മുദ്രാ വായ്പകൾ ഉൾപ്പെടെയുള്ളവ ഇതിന്റെ പരിധിയിൽ വരും. അടുത്ത അറിയിപ്പ്, സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് സർവീസ് സംഘടനകൾ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് ഞായറിന് പുറമെ ശനിയാഴ്ച കൂടി അവധി നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പ്രതിദിന പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യത്തിലും എതിർപ്പില്ലെന്ന നിലപാട് അറിയിച്ചെങ്കിലും പൊതു അവധികളും കാഷ്വൽ ലീവുകളും വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിൽ സംഘടനാ പ്രതിനിധികൾ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി അപേക്ഷിച്ച ഗുണഭോക്താക്കൾ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഉടൻ പരിശോധിക്കേണ്ടതുണ്ട്. അപേക്ഷയിൽ നൽകിയിട്ടുള്ള പേരും സമർപ്പിച്ച ഔദ്യോഗിക രേഖകളിലെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പരിഹാരമായി 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അപേക്ഷകൾ അംഗീകരിച്ച് നൽകുന്നതാണ്. അപേക്ഷ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കാം. എന്നാൽ റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ രേഖകളിൽ തെറ്റുകൾ ഉണ്ടെന്നോ തിരുത്തലുകൾ ആവശ്യമാണെന്നോ ആണ് അതിനർത്ഥം. അങ്ങനെയുള്ളവർ ഉടൻ തന്നെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയോ 1 and same സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നിലവിൽ വെരിഫിക്കേഷൻ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഫെബ്രുവരി 20-ന് ശേഷം ആരംഭിച്ച് 25-ഓടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം. അതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും ഹാജരാക്കാൻ ശ്രദ്ധിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർ പെൻഷൻ മുടങ്ങാതിരിക്കാൻ അടിയന്തരമായി അതും സമർപ്പിക്കേണ്ടതുണ്ട്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ മാർച്ച് 31 വരെ സമയമുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്ക് 6 മാസത്തോളം സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് പറ്റുന്ന സന്ദർഭങ്ങളിൽ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.